സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കുന്നു. അത് കർണാടകയിൽ രജിസ്റ്റർ ചെയ്യുന്നു, എക്സാലോജിക് എന്ന് പേരിടുന്നു. എന്നിട്ട് അച്ഛൻ മുഖ്യമന്ത്രിയായതിൻ്റെ പേരിൽ നാട്ടിലുള്ള ചെറുകിട സംരംഭങ്ങൾ ഉൾപ്പെടെ വൻകിട മുതലാളിമാരുടെ കമ്പനികൾ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും വൻ തുകകൾ കോഴ വാങ്ങുന്നു. അതിന് മാസപ്പടി എന്നൊരു ഓമനപ്പേരാണ് മാത്യു കുഴൽനാടൻ MLA നൽകിയത്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപയാണ് വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത്. പ്രതിമാസം 5 ലക്ഷം രൂപ വീതവും 3 ലക്ഷം രൂപ അല്ലാതെയുമായിട്ടാണ് പണം കൊടുത്തത്. ഇങ്ങനെ നിരവധി തവണയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളല്ല ആരോപിച്ചത്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമല്ല. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ അവർ രേഖാമൂലം സൂചിപ്പിച്ചിരുന്നത്. ഇതുപോലെ തന്നെ CMRL മറ്റൊരു ഞെട്ടിക്കുന്ന രേഖയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് CMRL എന്ന കമ്പനിയിൽ നിന്നും വൻ തുകകളാണ് കൊടുത്തിരുന്നത്. എന്നാൽ ആർക്കൊക്കെയാണ് തുക കൈമാറിയത് എന്നതിന് നേരെ അവർ ആളുകളുടെ നേതാക്കന്മാരുടെ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തകരുടെ എല്ലാം ചുരുക്കപ്പേരുകളാണ് കൊടുത്തിരുന്നത്. OC, RC എന്നിങ്ങനെ PV എന്നിങ്ങനെയുള്ള പേരുകളാണ് കൊടുത്തിരുന്നത്. ഇതിൽ OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണെന്നും RC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണെന്നും ഒക്കെ വിവക്ഷ വന്നു. ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി അന്നില്ല, ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരുമെല്ലാം കൃത്യമായി പ്രതികരിച്ചു. അത് ശരി തന്നെയാണ്. കാരണം ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാ ആളുകളെയും ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി സമീപിക്കും. അവർ പാർട്ടിക്ക് കൊടുത്ത സംഭാവനകൾ അവരവിടെ എഴുതി വച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിലായിരിക്കും അവർ പണം കൊടുക്കുക. അത് പാർട്ടിക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള എല്ലാ ആളുകളും സമ്മതിച്ചു. എന്നാൽ അതിൽ പറയുന്ന PV ഞാനല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയൻ മാത്രമായിരുന്നു. അതേ തുടർന്ന് CMRL ഇത്തരം ഒരു ഉത്തരവ്, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഉത്തരവ് പുറത്തു വന്നതിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വരുന്നു. ഇന്ന് BJPയുടെ യുവാക്കളുടെ പുതിയ മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന PC ജോർജിൻ്റെ മകനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ കക്ഷി ചേരുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു, സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് നഷ്ടമുണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയിരിക്കുന്ന ഈ ഇടപാടിലൂടെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും കോടിക്കണക്കിന് രൂപ നേടിയിരിക്കുന്നു. ഇത് പൊതുസമൂഹത്തിൻ്റെ പണമാണ് നഷ്ടമായിരിക്കുന്നത്. KSIDCയിൽ എനിക്കും ഓഹരി പങ്കാളിത്തമുണ്ട്, എനിക്ക് കൂടി വ്യക്തിപരമായി ഉണ്ടായിരിക്കുന്ന നഷ്ടമാണ്. അതിൻ്റെ പേരിൽ എനിക്കും ഈ കാര്യത്തിൽ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ അന്വേഷണത്തിൽ തന്നെ കൂടി കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം കക്ഷി ചേരുകയും ചെയ്തു. തുടർന്ന് ED അന്വേഷണം ഈ കേസിൽ വരികയുണ്ടായി. കൃത്യമായ സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CMRLൻ്റെ കമ്പനിയിലും ഓഫീസിലുമെല്ലാം ദിവസങ്ങൾ നീണ്ട റെയ്ഡ് നടത്തുന്നു. ഇതേ തുടർന്ന് CMRL ഡൽഹി ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലുമെല്ലാം ഹർജി കൊടുക്കുന്നു. സമാന്തരമായ അന്വേഷണം ഈ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് EDയുടെ അന്വേഷണം പാടില്ല. ED ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ വളരെ നേരം കസ്റ്റഡിയിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു, സമയം കളയുന്നു, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഹർജി കൊടുത്തു. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഹർജി തള്ളിയിരിക്കുന്നു. EDക്ക് അന്വേഷണമായി മുന്നോട്ട് പോകാം. ഈ അന്വേഷണം തടയുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി CMRL കർത്തയെ കൊണ്ട് ബോധപൂർവം ഡൽഹി ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും ഇങ്ങനെ ഒരു ഹർജി ED അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുപ്പിച്ചത്. എന്നാൽ അതിപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഇനി EDക്ക് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വീട്ടിലേക്കോ വീണ വിജയൻ്റെ വീട്ടിലേക്കോ ഓടിക്കയറി ചെന്ന് അന്വേഷണം നടത്താൻ സാധിക്കും. വേണ്ടി വന്നാൽ അവരെ EDയുടെ ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്താൻ സാധിക്കും. അതുമായി അവർ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് പോലുള്ള നടപടികൾക്ക് EDക്ക് അങ്ങനെ നടപടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വളരെ വലിയ നിയമവ്യവഹാരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഇക്കാര്യത്തെ എങ്ങനെയാണ് സോർ നോക്കിക്കാണുന്നത്? അതായത് ഈ പിണറായി വിജയൻ അല്ല ആദ്യം പണം വാങ്ങുന്നത്. യഥാർത്ഥത്തിൽ
25 കോടി രൂപ പിണറായി വിജയൻ്റെ പേരിൽ ഇ.പി. ജയരാജനാണ് ആദ്യം മേടിക്കുന്നത്. ഇ.പി. ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന 2016 കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ക്യാൻസറാണ് എന്നാണ് പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ഈ പിണറായി വിജയൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിദേശത്ത് 25 കോടി രൂപ എത്തിക്കണം, അതുകൊണ്ട് 25 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിയുടെ ചാർജ് ഉണ്ടായിരുന്ന ആൾ മേടിക്കുകയാണ്. ഇത് കർത്ത കൊടുക്കുകയാണ്. കർത്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബിസിനസ് നടക്കണമെങ്കിൽ ഇവരെ പോലെയുള്ള കാലമാടന്മാരെ ഓരോരുത്തരെയും സന്തോഷിപ്പിച്ചാലല്ലേ നടക്കുള്ളൂ. അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം. ഒന്നാം പിണറായി വിജയൻ പിന്നീട് തിരിച്ചു വന്നപ്പം ഈ കാര്യം ഇ.പി. ജയരാജൻ വിചാരിച്ചത് അതോടുകൂടി ഈ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി തിരിച്ചു വരുന്ന കാര്യം കഷ്ടമാണ്, ക്യാൻസർ അല്ലേ എന്ന് കരുതിയിരുന്ന ഇ.പി. ജയരാജന് അക്കടി പറ്റി. വന്നപ്പോൾ എന്താ ഉണ്ടായത്? പൈസ മേടിച്ച കാര്യം കർത്ത നേരെ പിണറായി വിജയനെ അറിയിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്തു? 25 കോടി രൂപ കൊടുക്കാമെങ്കിൽ ഇതൊരു വലിയ അക്ഷയഖനി തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഈ കർത്തയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള മെറ്റീരിയൽ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, പക്ഷേ എനിക്ക് ആവശ്യത്തിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള രൂപത്തിൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ചുരുങ്ങിയതൊരു 5000-10,000 കോടി രൂപ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ തോട്ടപ്പള്ളി അവിടെ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് കരിമണൽ അവിടെ നിന്ന് ഇവർക്ക് ആവശ്യം ഇൽമിനേറ്റ് ആണ്. ഇവരെ അസംസ്കൃത വസ്തു പറയുന്നത് ഇൽമിനേറ്റ് ആണ്. ഈ ഇൽമിനേറ്റ് അവർ കൃത്യമായിട്ട് ഈ പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കുകയും ഒരു ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യമാണ്. പിണറായി വിജയൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുക്കുന്നു, പൈസ കമ്മീഷൻ കൊടുത്താലേ കിട്ടുള്ളൂ. ഈ ഇവിടുത്തെ സ്ഥിതി അതാണ്. പിണറായി വിജയനെ സന്തോഷിപ്പിക്കാതെ ഇവിടെ കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഈ സ്ഥാപനം പൂട്ടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ കർത്ത അതിന് വഴങ്ങേണ്ടി വരികയും ചെയ്തു. മനഃപൂർവ്വമല്ല, കാരണം അവർക്കത് മുന്നോട്ട് പോകണമെങ്കിൽ പിണറായി വിജയനെ സന്തോഷിപ്പിക്കണം. അങ്ങനെയാണ് PV എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ വരുന്നത്. അങ്ങനെ ബാക്കി എല്ലാവരും തന്നെ അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ PV വാങ്ങിയിരിക്കുന്നത് ആരെ പോക്കറ്റിലെയാണ്? പിണറായി വിജയൻ്റെ നേരെ പോക്കറ്റിലേക്കും മകൾക്കും മകനും ഒക്കെ ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഈ പൈസ പിണറായി വിജയൻ നമുക്കറിയാലോ, പിണറായി വിജയൻ വാ തുറന്നാൽ എന്താ ചെയ്യുക? ഒന്നുകിൽ ഭക്ഷണം കഴിക്കാനായിരിക്കും, വെള്ളം കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ കള്ളം പറയാനാണ്. അപ്പോൾ കള്ളം പറയുക എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ടാണ് PV ഞാനല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത്. എന്നാൽ കൃത്യമായ രേഖകളിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കർത്ത. മാത്രമല്ല നമുക്കറിയാം കർത്തയുടെ മകൾ ഈ പറയുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ പേരിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഷെൽ കമ്പനി ഉണ്ടാക്കി അതിലേക്ക് ഫണ്ട് യാതൊരുവിധ സേവനവും ചെയ്യാതെ 1,73,000 രൂപ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് കേസിനാസ്പദം. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം ഈ പണം വാങ്ങിയതായിട്ട് കൃത്യമായ രേഖയിലുണ്ട്. എക്സാലോജിക് എന്ന കമ്പനിക്ക് യാതൊരു തരത്തിലും ഈ പറയുന്ന സ്ഥാപനത്തിന് വാങ്ങാനുള്ള യോഗ്യതയില്ല. കാരണം അവരുടെ മേഖല വേറെയാണ്, വിദ്യാഭ്യാസമാണ്. എന്നാൽ ഇത് ഒരു ബിസിനസ് സ്ഥാപനം വേറെയാണ്. ഇവിടെ കരിമണലുമായി ബന്ധപ്പെട്ട ഇൽമിനേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്. അപ്പോൾ ഇതിൽ പിണറായി വിജയൻ്റെ മകൾ പൈസ വാങ്ങിയത് എന്ന് പറയുമ്പോൾ തന്നെ ആദായ നികുതി ബോർഡിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇതിൽ പറയുന്ന കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ആണ് മേടിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ അധികാര സ്ഥാനം ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം ചെയ്തും സമ്മർദ്ദം ചെലുത്തിയിട്ടും വാങ്ങിയതാണ്. അത് എന്താണ്? അഴിമതി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ഈ കാര്യത്തിലാണ് എക്സാലോജിക്കിൻ്റെ കേസുമായി ഇവർക്കെതിരെയുള്ള കേസുമായി CMRനെതിരെ കേസുമായിട്ട് ഷോൺ ജോർജ് ഇറങ്ങുന്നതിന് ആവശ്യമായിട്ട് ആദ്യം KSIDCൻ്റെ ഒരു മെമ്പറാണെന്ന്, അതേപോലെ CMRൻ്റെ ഒരു മെമ്പറാണെന്നുള്ള ഷെയർ എടുക്കണം. അത് കൃത്യമായി എടുത്തുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നിയമപരമാക്കിയത്. ഇവിടെ സാറേ ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണ്, ധരിക്കരുത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലാണ് വീണ വിജയൻ തൻ്റെ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ അഡ്രസ്സ് കൊടുത്തതാവട്ടെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് കൊടുത്തത്. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവിൻ്റെയോ അല്ലെങ്കിൽ CPMൻ്റെ ദേശീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ നേതാവിൻ്റെയോ ആരുടെയെങ്കിലും മക്കൾക്ക് ഇങ്ങനെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് കമ്പനി തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. മാത്രമല്ല സാറ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള കമ്പ്യൂട്ടറുകൾ
അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിലാണ് അതിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആപ്പായിരുന്നു അതെ. എക്സാലോജിക് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു കാരണവശാലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഇത്തരം ഒരു സോഫ്റ്റ്വെയറിൻ്റെ യാതൊരു തരത്തിലുള്ള ആവശ്യങ്ങളും അവിടെ വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ എക്സാലോജിക്ക് CMRL ഒരു സേവനം നൽകിയത് എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ പിണറായി വിജയനോ വീണ വിജയനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കർണാടക ഹൈക്കോടതിയിൽ EDയുടെ അന്വേഷണം നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കർണാടക ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് നാഗരത്ന ആ കേസ് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുകയുണ്ടായി. പിന്നീടാണ് ഇവർ ഡൽഹി ഹൈക്കോടതിയിലേക്കും കേരള ഹൈക്കോടതിയിലേക്കും വന്നത്. ഡൽഹി ഹൈക്കോടതി ഈ മാസം അവസാനം കേസ് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ കേരള ഹൈക്കോടതി കൃത്യമായി തന്നെ ഈ CMRL ഹർജി തള്ളിയിരിക്കുന്നു. EDക്ക് ഏതറ്റം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പോകാം എന്ന് പറയുമ്പോൾ CMRLന്റെ പക്കൽ നിന്ന് മേടിച്ച പണം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിറ്റക്സ്, സാബു അടക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് 2 ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള 11ഓളം സ്ഥാപനങ്ങളിൽ നിന്നാണ് വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ഇതുപോലെ മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നത്. അതിലെല്ലാം പരിപൂർണമായ രീതിയിൽ സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ EDക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് വീണ വിജയനെ വിളിച്ചു വരുത്തുവാനോ അല്ലെങ്കിൽ വീണ വിജയൻ്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനോ അതിനോട് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്കോ അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തു എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നിയമ നടപടികളിലൊക്കെ നീങ്ങാൻ ഇവർക്ക് പൂർണ്ണമായ അധികാരം ഉണ്ട്. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത സാർ ഇതിൽ കണ്ടെത്തുന്നുണ്ട്? അല്ല, അതിലേക്കാണ് ഞാൻ പറയുന്നത്. അതായത് പിണറായി വിജയൻ ഇത്രയും കാലം അദ്ദേഹത്തെ രക്ഷിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ തൂക്കിയെടുത്ത് ജയിലിൽ ഇട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് എല്ലാ തെളിവുകളുമുള്ള ഈ പിണറായി വിജയൻ ഈ മകളെയൊക്കെ തൊടാത്തത്? അത് BJPയിലെ ധാരണയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി മാറി അദ്ദേഹം വിദേശത്ത് ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്ന എന്തിനാണ്? വളരെ കൃത്യമാണ്. കേന്ദ്രവുമായുള്ള ധാരണ പ്രകാരം CPMനെ BJPയിൽ എത്തിക്കണം, അതിലെ അണികളെ. അതിനുള്ള തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ എന്തൊക്കെയാണോ ഡൽഹിയിൽ നിന്ന് പറയുന്നത് അത് അനുസരിക്കണം. നേരത്തെ അദ്ദേഹത്തിൻ്റെ മകളെ AKG സെന്ററിന്റെ പേരിലാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് തൻ്റെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. തൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മറയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം. അങ്ങനെയുള്ള സമയത്ത് പിന്നെ മകളെ ആ AKG സെന്ററിന്റെ പേര് വെച്ചാൽ എന്താണ്? ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനോ മറ്റൊരു നേതാവോ ആയിരുന്നെങ്കിൽ എന്നോ പിടിച്ച് പുറത്താക്കുമായിരുന്നു. അങ്ങനെ ദുരുപയോഗം ചെയ്ത ആള് എന്നുള്ള രൂപത്തിൽ ഓൺ ദ സ്പോട്ട് പുറത്താക്കുമായിരുന്നു. എന്തിന്? ധനരാജ് രക്തസാക്ഷി തട്ടിപ്പിലെ അഴിമതി വിളിച്ചു പറഞ്ഞ V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ പാർട്ടിയാണ്. നമ്മൾ അതിലപ്പുറത്തെ എന്താണ് പറയേണ്ടത്? അപ്പം ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്. സാർ ഒന്നുകൂടി ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഇവിടെ CPMന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ഒരു മയക്കുമരുന്ന് വിവാദം ഉണ്ടാകുകയുണ്ടായി. അന്ന് ബിനീഷ് കോടിയേരിയെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു. പിണറായി വിജയൻ അതിനുവേണ്ടി നിർബന്ധിച്ചു എന്നാണ് അറിയുന്നത്. പിന്നീടാണ് വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇതുപോലെ എക്സാലോജിക് എന്ന കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ മാസപ്പടി കൈപ്പറ്റുകയും അതുപോലെ തന്നെ AKG സെന്ററിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് അഡ്രസ്സ് വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു നേതാവ് പോലും വീണ വിജയനെ തള്ളിപ്പറയാനോ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയാനോ വന്നത് കണ്ടില്ല. അതും ശരിക്ക് നമ്മൾ അങ്ങനെ നേരിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ ആ അടിമത്ത മനോഭാവം പേർന്ന കുറച്ച് നേതാക്കളുടെ ഒരു പ്രതികരണം മാത്രമായിട്ടില്ല എനിക്ക് കാണാൻ സാധിക്കുക. അല്ല, നിർബന്ധമായിട്ടും പിണറായി വിജയൻ കേരളത്തിലെ CPMന്റെ പ്രമുഖ നേതാക്കന്മാരുടെയോ അവരുടെ ബന്ധുക്കളെയോ മക്കളെയോ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച് വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് ഇവരൊന്നും കമാന്നൊരു അക്ഷരം മിണ്ടില്ല. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അഗ്രഹാര ജയിലിൽ കിടന്നത് എന്താണ്? മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ കാര്യത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താ? മകന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല, അവൻ രക്ഷിച്ച് സ്വയം വരട്ടെ. അത്ര പോലും മാന്യത പുലർത്തിയിരുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ പിണറായി വിജയനോ സ്വന്തം മകളെ എല്ലാതരം ഇല്ലീഗൽ ആക്ടിവിറ്റീസിക്ക് നേരിട്ട് പിണറായി വിജയൻ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തു കൊടുത്തിട്ടല്ല
ബിനീഷ് കോടിയേരി അത്തരം കാര്യങ്ങളിൽ ചെന്ന് പെട്ടത്. കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ഒരു മാതൃക കാണിച്ചു. കാരണം മകനെ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാകുമ്പോൾ ആ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നു മാതൃക കാണിക്കുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കാണിച്ചില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ ധാർമ്മികതയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ നാറല്ലാതെ പിണറായി വിജയനെ ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പിണറായി വിജയൻ 2005 ക്രൈം പുറത്തുവിട്ട ലാവ്ലിൻ കേസിലെ കൃത്യമായ രേഖകൾ പുറത്തു വന്നപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കിയപ്പോഴോ അദ്ദേഹത്തെ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴോ എപ്പോഴെങ്കിലും പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടോ അദ്ദേഹത്തെ പാർട്ടി മാറ്റി നിർത്തണം എന്നുള്ളത്? ഇല്ല. കാരണം പാർട്ടിക്കും കുറെ ഫണ്ട് കൊടുത്തിട്ട് പാർട്ടിയും കുടുക്കിയിട്ടിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ പാർട്ടിയെയും കുടുക്കി കേന്ദ്ര കമ്മിറ്റിയെയും കുടുക്കി അങ്ങനെയാണ് പാർട്ടി അത് മുന്നോട്ട് പോയത്. അപ്പോൾ പിണറായി വിജയൻ ഒരു കൗശലക്കാരനായ ക്രിമിനലാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയെ തന്നെ മുന്നിൽ മറയാക്കി നിർത്താൻ അവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്, അവർ മിണ്ടില്ല. പിന്നെ ഇപ്പം കേന്ദ്ര കമ്മിറ്റി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ സംസ്ഥാന പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്? വീണ്ടുമല്ല, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അവിടെ മിണ്ടാൻ പറ്റില്ല. ഞാൻ ഇത്ര പൈസ തന്നിട്ടില്ലേ, ഇത്ര പൈസ ഇവിടുന്ന് കിട്ടിയിട്ടില്ലേ, അത് ഞാൻ വഴിയല്ലേ കിട്ടിയത്, അതുകൊണ്ടല്ലേ നിങ്ങൾ ചോറുണ്ടെന്നത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ MABBക്ക് മിണ്ടാൻ പറ്റില്ല. അത് അവിടെയുള്ള മേയർ മെമ്പർമാർക്ക് മിണ്ടാൻ പറ്റില്ല. അതാണ് കാര്യം, വേറൊന്നുമല്ല. അപ്പൊ ഇതേപോലെ പിണറായി വിജയൻ സകല തട്ടിപ്പും പഠിച്ചിട്ടുള്ള 4 കാലിൽ വീണ് ഏത് കേസിന് ഊരാൻ കഴിവുള്ള ഒരാളാണ്. നമുക്കറിയാം, BJPയെ പോലും കയ്യിലെടുക്കാൻ കഴിവുള്ള അസാധാരണ തന്ത്രശാലിയായ ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാവിനെ ലോകത്തിലെവിടെയും കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ പിണറായി വിജയനാണ്. അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയും വലിയ കൗശലക്കാരനായ ഒരു കള്ളനെ നമുക്കൊരു മുഖ്യമന്ത്രി കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത് സത്യത്തിൽ. കാരണം നമ്മൾ ഇത്രയും കാലം പറ്റിച്ചിട്ട് 10 വർഷം ഭരിക്കാൻ അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ? കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ? ഇങ്ങനെ ഒരു കള്ളനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാനൊരു കള്ളനല്ല, ഏറ്റവും മാന്യനായ ആളാണ്, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഭയങ്കര സംഭാവന ചെയ്ത ആളാന്നൊക്കെയല്ലേ അദ്ദേഹം ജനങ്ങളെ മുന്നിൽ പറ്റിച്ചു നിർത്തിയത്. അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നതിൽ വിദഗ്ധനാണ് അദ്ദേഹം. ഇന്നു മുതൽ 1996 മുതൽ 96 അദ്ദേഹം ആദ്യമായിട്ട് 2 കോടി രൂപ SNC ലാവ്ലിൻ എന്ന കമ്പനിയിൽ നിന്ന് ആദ്യം തന്നെ അഡ്വാൻസ് ആയി പൈസ മേടിക്കുന്നത് ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ്. പിന്നെ ശേഷം അദ്ദേഹം ലാവ്ലിൻ കേസ് നടത്തിയ അന്ന് EMS അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ, ഈ ബാലാനന്ദൻ അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ എന്ന് ആർക്കെങ്കിലും മിണ്ടാൻ പറ്റിയോ? അതെന്താ കാരണം? പണം ഓരോരുത്തർക്ക് വിഭജിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ ഒരു പട്ടിക്ക് ഒരു ഭക്ഷണം എറിഞ്ഞു കൊടുത്താൽ ആ പട്ടി എന്ത് കാണിക്കും? ഇത് കാണിക്കും. അതേപോലെ ഇവിടെ ഓരോരുത്തർ കുറച്ച് എറിഞ്ഞു കൊടുത്ത് തൻ്റെ സുരക്ഷിതമെല്ലാം ഉണ്ടാക്കി അദ്ദേഹം സുരക്ഷിതമായി ഇത്രയും കാലം BJPനെ അടക്കം കയ്യിലെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ കൊള്ളരാജാവ് എന്ന രൂപത്തിൽ അദ്ദേഹം മഹാനാണ്. അല്ലാതെ നമ്മൾ അദ്ദേഹത്തെ പറ്റി പറയാൻ അവകാശമുള്ള ആളല്ല. ഇതിനൊക്കെ ചൂട്ട് പിടിച്ചു കൊടുത്ത CPM എന്നുള്ള പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ ദാസന്മാരാണ് പിണറായി വിജയന്റെ. കമാന്നൊരു അക്ഷരം മിണ്ടില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തെറ്റിയതാ വലിയ തെറ്റ്. ഇദ്ദേഹം ചെയ്താലോ, അദ്ദേഹത്തിന്റെ മകൾ ചെയ്താലോ അത് തെറ്റല്ല. കാരണം അദ്ദേഹം മഹാരാജാവാണ്, മിണ്ടാൻ പാടില്ല എന്നാണ്. ഇപ്പോഴും അതേപോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ കിടപ്പ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ടും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിരിക്കുന്നത്. കുറ്റിച്ചോലെടുത്ത് MABBയെ തല്ലാൻ ആളില്ലാത്തത് കൊണ്ടാണ്, CPM ആളില്ലാത്തത് കൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി വെച്ചിരിക്കും. കാരണം അവരുടെ കഴിവുകേടോ അല്ലെ സഹതാപോ ഒക്കെ നമുക്ക് കരുതാം. കാരണം അവർക്ക് വേറെ രക്ഷയില്ല. എന്തായാലും ഈ EDയുടെ അന്വേഷണം ഇനി മുന്നോട്ടേക്ക് സുഗമമായി കൊണ്ടുപോകാം എന്നുള്ള ഇപ്പോൾ ഹൈക്കോടതിയുടെ ആ ഒരു ഇടപെടലോടുകൂടി സാധ്യമായിരിക്കുന്നു. തീർച്ചയായും ഇനി കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വീണ വിജയൻ EDയുടെ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലാകുമോ, ജയിലിലാകുമോ, അതോ അവർ നിരപരാധിയാണെന്നുള്ള കണ്ടെത്തുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.